വാല്യുവേഷൻ എന്ന് പറയുന്നത് ഒരു കമ്പനി വിലയ്ക്ക് വാങ്ങണമെന്നുണ്ടെങ്കിൽ ആ കമ്പനിയുടെ മാർക്കറ്റ് ക്യാപ്പിൻ്റെയാണ് നമ്മൾ കമ്പനിയുടെ വാല്യുവേഷൻ എന്ന് പറയുന്നത്. എത്ര രൂപ കൊടുത്താൽ ആ കമ്പനി ടോട്ടലായിട്ട് വാങ്ങാൻ പറ്റും, അല്ലെങ്കിൽ കമ്പനിയുടെ വാല്യുവേഷൻ എന്നാണ്. ഇന്ന് വളരെയേറെ കമ്പനികൾ പല സ്ഥലങ്ങളിലും വളരെ ഹൈ ലെവലിൽ, വളരെ വലിയ ലെവലിൽ വാല്യുവേഷൻ ഉണ്ടായ കമ്പനികൾ ഉണ്ടാക്കിയിട്ടുണ്ട്. ചില കമ്പനികളൊക്കെ ഇട്ട് നമ്മൾ അന്തിച്ചു പോകുന്നവരുള്ള വാല്യുവേഷനുള്ള കമ്പനികളുണ്ട്. ഉദാഹരണം ആപ്പിൾ കോർപ്പറേഷൻ, ഗൂഗിൾ അല്ലെങ്കിൽ ആൽഫബറ്റ് കോർപ്പറേഷൻ, എൻവിഡിയ, ഇതിൻ്റെയൊക്കെ വാല്യുവേഷനുകൾ 1, 2, 3 ട്രില്യൺസ് ഡോളേഴ്സിൻ്റെ. ഒരു ട്രില്യൺ എന്ന് പറയുന്നത് 1000 ബില്യൺ ഡോളേഴ്സിൻ്റെ സംഭവമാണ്. അപ്പോൾ ആ ലെവലിലൊക്കെ വാല്യുവേഷൻ ഉണ്ടായ കമ്പനികൾ ഇന്ന് സിലിക്കൺ വാലിയിൽ ലോകത്ത് പല സ്ഥലങ്ങളിലും ഉണ്ട്. ഈ വാല്യുവേഷനൊക്കെ ഉണ്ടായിട്ടുള്ളത് ഇൻ്റലക്ച്വൽ പ്രോപ്പർട്ടി അധിഷ്ഠിതമായ ബിസിനസ് അല്ലെങ്കിൽ നോളജ് സെക്ടറിൽ നോളജ് എക്കണോമി അധിഷ്ഠിതമായ കമ്പനികൾക്കാണ് ഇങ്ങനെയുള്ള കൂടുതലായിട്ടുള്ള വാല്യുവേഷൻ ഉണ്ടായിട്ടുള്ളത്. സ്റ്റാർട്ടപ്പുകളും ആ വാല്യുവേഷൻ ഒരു തീമായിട്ട് എടുക്കുകയും ഒരു കമ്പനിയുടെ വില, അതിൻ്റെ മാർക്കറ്റ് ക്യാപിറ്റലൈസേഷൻ അല്ലെങ്കിൽ മാർക്കറ്റ് വാല്യുവേഷനാണ് പ്രധാനം എന്ന് കാണുകയും കണ്ടിട്ട് ഈ വെഞ്ചർ ക്യാപിറ്റലിസ്റ്റിൻ്റെയും ഏഞ്ചൽ ക്യാപിറ്റലിസ്റ്റിൻ്റെയും അല്ലെങ്കിൽ പ്രൈവറ്റ് എക്വിറ്റി ക്യാപിറ്റലിസ്റ്റിൻ്റെയും പുറകെ പോകുന്ന ഒരു പ്രവണത വളരെ കാര്യമായിട്ട് നമ്മൾ കാണുന്നുണ്ട്. ഒരു കാര്യം വളരെ കറക്റ്റാണ്, അതായത് ഒരു കമ്പനി, ഒരു സ്റ്റാർട്ടപ്പ് കമ്പനിക്ക് മിനിമം വയബിൾ പ്രൊപ്പോസിഷൻ ഒരു പ്രൊഡക്റ്റ് ആക്കി കൊണ്ടുവന്നിട്ട് അതിനെ വളർത്തിയെടുക്കണമെന്നുണ്ടെങ്കിൽ പൈസയുടെ ആവശ്യമുണ്ട്. എനിക്കൊരു ഐഡിയ ഉണ്ട്, ആ ഐഡിയ ഒരു പ്രൊഡക്റ്റായിട്ടോ ഒരു സൊല്യൂഷനായിട്ടോ ഒരു സർവീസായിട്ടോ ഞാൻ മാർക്കറ്റിൽ കൊണ്ടുവന്നു കഴിഞ്ഞാൽ അടുത്ത 5 വർഷം, അടുത്ത 3 വർഷം അല്ല അടുത്ത 5 വർഷം കൊണ്ട് എനിക്ക് മാർക്കറ്റിൻ്റെ എത്രത്തോളം വളരാനാകും, എത്രത്തോളം പ്രോഫിറ്റബിലിറ്റി ഉണ്ടാകും, എത്രത്തോളം പ്രൊഡക്ടിവിറ്റി ബില്ലിംഗ് ഉണ്ടാകും, അതിനനുസരിച്ച് ഞാൻ എത്രത്തോളം വളരും എന്നുള്ള ഒരു കണക്ക് കൂട്ടലിൻ്റെ ആധാരമാക്കിയിട്ടാണ് ഈ വാല്യൂഷൻ ഉണ്ടാകുന്നത്. ബാലൻസ് ഷീറ്റ്, പ്രോഫിറ്റ് ആൻഡ് ലോസ്, ക്യാഷ് ഫ്ലോ, ഇതൊക്കെ നോക്കിയിട്ടാണ് സാധാരണയായിട്ട് ഒരു വാല്യൂഷൻ്റെ പല പാരാമീറ്റേഴ്സ് നിശ്ചയിക്കുക. കമ്പനികൾ ഇൻ്റലക്ച്വൽ പ്രോപ്പർട്ടി ഉപയോഗിച്ച് മുമ്പോട്ട് പോയിട്ടുള്ള, നോളജ് സെക്ടറിൽ മുമ്പോട്ട് പോയിട്ടുള്ള കമ്പനികൾ വലിയ വാല്യുവേഷൻ ഉണ്ടായതിൻ്റെ പേരിൽ അങ്ങനെയുള്ള ടെക്നോളജി അല്ലെങ്കിൽ നോളജ് ഉപയോഗിച്ചുണ്ടാകുന്ന സ്റ്റാർട്ടപ്പുകൾക്കും ആ രീതിയിലുള്ള വാല്യുവേഷൻ ഉണ്ടാകണമെന്ന് മനസ്സിൽ വിചാരിച്ചിട്ട് മാർക്കറ്റിനോ അല്ലെങ്കിൽ പ്രൊഡക്റ്റിനോ സൊല്യൂഷനോ മാർക്കറ്റിനോ ഊന്നൽ കൊടുക്കാതെ, അവിടെ ശ്രദ്ധിക്കാതെ ഇവരുടെ പുറകെ പോകുന്ന ഒരു പ്രവണതയാണ് നമ്മൾ ഇന്ന് കൂടുതലായിട്ട് കാണുന്നത്.